ഏറ്റവും ഒടുവിൽ ശ്രീത്ത് നൽകിയ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കുകയാണ് AICC നിരീക്ഷകരായ അജയ് മാക്കനും ഒപ്പം മുകുൾ വാസ്നിക്കും. ജിബിൻ ജെബി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും. ജിബിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തി പ്രകടനത്തിന്റെ വേദിയാക്കി ഈ നിരീക്ഷകരുടെ സാന്നിധ്യം മാറ്റുകയാണ്. ഓരോ വിഭാഗത്തിന്റെയും അനുകൂലികൾ എന്നുള്ളതാണ്. 3 പേരുകൾ, ആ 3 പേരെയും പിന്തുണച്ചുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്നു. അവരുടെ ശക്തി പ്രകടനം പല രീതിയിൽ ഫ്ലക്സ് ബോർഡുകളുമായി ഒക്കെ കാണുന്നു. KPCC ആസ്ഥാനത്ത് പോലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു എന്നാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. എങ്ങനെയാണ് അണികളുടെയൊക്കെ ഒരു പ്രതികരണം? ഒപ്പം ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അത് എപ്പോൾ പൂർത്തിയാകും? അണികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള രോക്ഷപ്രകടനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ FB പോസ്റ്റിന് ചുവട്ടിൽ പോലും അണികൾ അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അണികൾ പറയുന്നത് അവർ VD സതീശൻ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാളെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? നേതൃത്വം എന്തുകൊണ്ട് മത്സരിക്കാത്ത ഒരാളിലേക്കൊക്കെ നേതൃത്വത്തിന്റെ പേര് പോകുന്നു എന്നുള്ളതാണ് അനുകൂലികൾ പറയുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KPCCയുടെ മുന്നിൽ KCക്കായി ഒരു ഫ്ലെക്സ് ബോർഡ് ആദ്യം ഉയരുന്നത് വോട്ടെണ്ണലിന്റെ അന്ന് രാത്രി തന്നെ KCക്ക് വേണ്ടി അവിടെ ഫ്ലെക്സ് ബോർഡ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങിന് ശേഷം നയിക്കാൻ KC വരട്ടെ എന്നായിരുന്നു ആ ഫ്ലെക്സ് ബോർഡിലുള്ളത്. ഇപ്പോഴും പുതിയ ഫ്ലെക്സ് ബോർഡുകൾ KPCC ആസ്ഥാനത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് താജ് ബാന്ത ഹോട്ടലിലാണ്. ഇവിടെയാണ് AICC നിരീക്ഷകർ നിലവിലുള്ളത്. KPCCയിൽ വെച്ച് MLA മാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ കണ്ടതിന് ശേഷം AICCയിൽ നിന്നുള്ള നിരീക്ഷകർ ഇപ്പോൾ ഉള്ളത് താജ് ബാന്തയിലാണ്. 4 മണി മുതൽ ആണ് ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്ക് അവർ സമയം കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഘടകകക്ഷി നേതാക്കൾ RSPയുടെയും CMPയുടെയും നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. RSPയുടെ ഭാഗമായിട്ടുള്ള MP NK പ്രേമചന്ദ്രൻ, AA അസീസ് ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ തന്നെ CMPയുടെ ചെയർമാനും നിലവിലെ തിരുവനന്തപുരം MLA CP ജോൺ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി PMA സലാം തുടങ്ങിയവരും ഈ യോഗത്തിനായി എത്തുന്നുണ്ട്. ഇനി ഈ യോഗം എന്ന് പറയുന്നത് നിലവിൽ MLA മാരുടെയും അതുപോലെ കോൺഗ്രസിന്റെ ചില പ്രധാന നേതാക്കളുടെയും അഭിപ്രായങ്ങൾ ഇവർ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കളുടെ കൂടി അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിർണായകമാണ്. കാരണം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ അവർക്ക് വീഡിയോടാണ് അനുഭവം എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല നേതാക്കളും അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. CMPയും RSPയും നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ കാര്യമാണ്. കാരണം കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി, ഒരു പാർലമെന്ററി പാർട്ടി നേതാവ്, അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണെന്നുള്ള നിലപാടാണ് CMPയും RSPയും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അവർ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കോൺഗ്രസിന്റെ അകത്തൊരു തീരുമാനം ആരാകണം എന്നുള്ളത് പുറത്തുനിന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള തീരുമാനം കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് CMPയും RSPയും പുറത്ത് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. അവർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ആ തീരുമാനം കോൺഗ്രസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷികളായ തങ്ങൾ അത് അനുകൂലിക്കുകയും ചെയ്യുമെന്നാണ് CMP RSP പറഞ്ഞിട്ട്. എന്തായാലും ഘടകകക്ഷി നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇനി മുസ്ലിം ലീഗ് നേതാക്കൾ കൂടി ഉടനടി തന്നെ ഈ യോഗം നടക്കുന്ന താജ് ബാന്തയിലേക്ക് എത്തുമെന്നാണ് വിവരം ചെയ്യുകയും ഈ യോഗത്തിന് ശേഷമായിരിക്കും വൈകുന്നേരം 7:30 കൂടി AICC നിരീക്ഷകർ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. നാളെയാണ് നിർണായകമായ യോഗം AICC ആസ്ഥാനത്ത് നടക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, അതായത് ഈ MLA മാരുമായി സംസാരിച്ചപ്പോൾ അവരിൽ നിന്നെടുത്ത അഭിപ്രായം, അതുപോലെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തിയ സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് കേട്ട തീരുമാനങ്ങൾ, അതുപോലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഘടകകക്ഷി നേതാക്കളുമായുള്ള യോഗം, ഇതിൽ നിന്നൊക്കെ എടുത്ത തീരുമാനങ്ങളായിരിക്കും നാളെ അവിടെ ചർച്ച ചെയ്യുക. അതിനുശേഷം എടുക്കുന്ന റിപ്പോർട്ടായിരിക്കും AICC പ്രസിഡന്റിന് കൈമാറുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തീരുമാനം AICC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഈ യോഗത്തിന് ശേഷം നാളെ ഡൽഹിയിൽ ചേരുന്ന യോഗത്തിനും ശേഷം ഇവിടെ മുഖ്യമന്ത്രി വാദം ഉന്നയിക്കുന്ന നേതാക്കളെയൊക്കെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിത്ത്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ അവിടെ AICC നിരീക്ഷകർ യോഗം കൂടുന്ന സ്ഥലത്ത് നിന്നാണ് ജിബിൻ ജെബിയും ഒപ്പം ശ്രീത്തും തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.